മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യം. അജ്മൽ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചതെന്ന് ഡോക്ടർ ശ്രീകുട്ടി പോലീസിന് മൊഴി നൽകി. എന്നാൽ ശ്രീകുട്ടി ആവശ്യപ്പെട്ട പ്രകാരമാണ് മദ്യം വാങ്ങിയതെന്ന് അജ്മലും പറഞ്ഞു. പ്രതികളുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. പതിമൂന്ന് പവൻ സ്വർണ്ണാഭരണങ്ങളും 20,000 രൂപ പണമായും അജ്മലിന് പലപ്പോഴായി നൽകിയിട്ടുണ്ട്. മദ്യം കുടിക്കാൻ അജ്മൽ പ്രേരിപ്പിച്ചിരുന്നു. അപകടം നടക്കുമ്പോൾ വാഹനം നിർത്താൻ നാട്ടുകാർ പറയുന്നത് കേട്ടു. പക്ഷേ എന്തിനായിരുന്നുവെന്ന് അറിയില്ലായിരുന്നു. പിന്നീട് എന്തിലൂടെയോ വാഹനം കയറിയിറങ്ങുന്നതായി മനസ്സിലായി. വാഹനം മുന്നോട്ട് എടുത്തത് തൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെന്നുമാണ് ഡോക്ടർ ശ്രീകുട്ടിയുടെ മൊഴിയിൽ പറയുന്നത്. എന്നാൽ ശ്രീകുട്ടി ആവശ്യപ്പെട്ട പ്രകാരമാണ് മദ്യം വാങ്ങി നൽകിയതെന്നാണ് അജ്മലിൻ്റെ മൊഴി. മനഃപൂർവ്വം ആയിരുന്നില്ല യുവതിയുടെ ദേഹത്തു കൂടെ വാഹനം കയറ്റിയത്. യുവതി വാഹനത്തിൻ്റെ അടിയിലാണെന്ന് കണ്ടിരുന്നില്ല. വന്ന ആൾ മർദ്ദിക്കാനാണ് എത്തിയത്. അബദ്ധം പറ്റിയതാണെന്ന് ഇന്നലെ അജ്മൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. വണ്ടി ഇടിച്ച സ്പോട്ടിൽ അവൻ എന്നെ കഴുത്തേക്ക് ഒരു പിടിച്ച് ഇറങ്ങി വേണം മറ്റേവെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. അവൻ അതൊന്നും പറഞ്ഞില്ല. വണ്ടി അടി ആളുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടി അവിടെ നിർത്തിയേനെ. ഇതൊന്നൊന്നുമില്ല. അങ്ങനെ ഈ കുട്ടിയുടെ അടുത്ത് പൈസ വാങ്ങി അങ്ങനൊന്നുമില്ല. ഇത് അബദ്ധം പറ്റിയതാണ്, മനഃപൂർവ്വം ചെയ്തതല്ല. താൻ ട്രാപ്പിൽ പെട്ടുപോയതാണെന്ന് ശ്രീകുട്ടി പോലീസ് കസ്റ്റഡിയിലെ ചോദ്യം ചെയ്യലിൽ മൊഴിയായി നൽകി. അജ്മലിൻ്റെയും ശ്രീകുട്ടിയുടെയും മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. തെളിവെടുപ്പ് ഇന്നലെ പൂർത്തിയാക്കിയിരുന്നു. ഇന്ന് ഇവരെ കൂടുതലായി ചോദ്യം ചെയ്തു. വാഹനം മുന്നോട്ടെടുക്കാൻ താൻ നിർദ്ദേശിച്ചിട്ടില്ലെന്ന് ശ്രീകുട്ടി മൊഴി നൽകി. ലഹരി എവിടെ നിന്ന് ലഭിക്കുന്നു എന്നും ആരൊക്കെ ഉപയോഗിക്കുന്നു എന്നും അന്വേഷണ സംഘം ചോദിച്ചറിയുന്നുണ്ട്. നാളെ വൈകിട്ട് വരെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കും. റിപ്പോർട്ടർ, കൊല്ലം.